ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ തേർഡ് ഗ്രൂപ്പ് കാറ്റോണിൻ്റെ അനാലിസിസ് ആണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ നോർമലി വെക്കാറില്ല, അതുകൊണ്ടാണ് നമ്മളിത് പറയാത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ തേർഡ് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ റിയേജന്റുകൾ അമോണിയം ക്ലോറൈഡിൻ്റെ സോളിഡോ സൊല്യൂഷനോ ഉപയോഗിക്കാം. അതേപോലെ തന്നെ എൻ്റെ കൂടെ അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ കൂടെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അമോണിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ എന്ത് ചെയ്യാണ് ഇതിലോട്ട് ആഡ് ചെയ്യണേ. യെസ്, ഓക്കെ, അമോണിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ ഇതിലോട്ട് ആഡ് ചെയ്തു. ഇനി ഞാൻ അമോണിയ സൊല്യൂഷൻ അല്ലെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, സോ എനിക്കിവിടെ ഒരു ജലാറ്റിനസ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇത് തേർഡ് ഗ്രൂപ്പ് കാറ്റോൺ ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് തേർഡ് ഗ്രൂപ്പിൻ്റെ ടെസ്റ്റ്. ഇനി നമ്മൾ തേർഡ് ഗ്രൂപ്പിലെ കാറ്റോൺ ആയിട്ടുള്ള അലൂമിനിയത്തിൻ്റെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. അപ്പോൾ കുറച്ച് സാൾട്ട് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ എന്ത് ചെയ്യാണ്, NaOHൻ്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. നല്ല രൂപത്തിൽ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെയും വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അലൂമിനിയം ആണെന്ന്, തേർഡ് ഗ്രൂപ്പിലെ അലൂമിനിയം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ അലൂമിനിയത്തിൻ്റെ കൺഫർമഡ് ടെസ്റ്റിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സാൾട്ട് എടുത്തിട്ടുണ്ട്. സാൾട്ടിലോട്ട് ആദ്യം ഞാൻ കോൺസ്റ്റന്റ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നല്ല രൂപത്തിൽ അത് മിക്സ് ചെയ്യുക. ദെൻ അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൊബാൾട്ട് നൈട്രേറ്റിൻ്റെ സൊല്യൂഷൻ ആഡ് ചെയ്യുക. കൊബാൾട്ട് നൈട്രേറ്റിൻ്റെ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് അത്യാവശ്യം ഒന്ന് ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഫിൽട്ടർ പേപ്പർ ഈ ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതൊന്ന് ആഷ് ആക്കി മാറ്റാം. ഇതാണ് റിയാക്ഷൻ. ഓക്കെ, നമ്മൾ ഹീറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ഹീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ടൊരു ഫിൽട്ടർ പേപ്പർ സോക്ക് ചെയ്യാണ്. അപ്പോൾ ഫിൽട്ടർ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് ഇതിലേക്ക് മെല്ലെ ഇറക്കി കൊടുക്കുക. ദെൻ ഇത് അത്യാവശ്യം ഒന്ന് നനയുന്ന രൂപത്തിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫിൽട്ടർ പേപ്പർ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ച് കത്തിക്കുക. ദെൻ അതിൻ്റെ ആഷിൻ്റെ കളർ ബ്ലൂ ആണെങ്കിൽ അത് അലൂമിനിയം ആണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫേം ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ ഇത് ഈ ആഷിൻ്റെ ഇവിടെ ഒരു ബ്ലൂ കളർ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും ബ്ലൂ കളർ. അപ്പോൾ ഈ ബ്ലൂ കളർ കിട്ടുകയാണെങ്കിൽ, ആഷിൻ്റെ കളർ ബ്ലൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അലൂമിനിയം ആണെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് അലൂമിനിയത്തിൻ്റെ ടെസ്റ്റുകൾ. അപ്പം ഈ ഒരു ആഷ് ഗ്രീൻ ആണെങ്കിൽ അത് ഏത് കാറ്റോൺ ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.